സത്യൻ മൊകേരി, ഇത് ഇടതുപക്ഷത്തിന്റെ ഐക്യം തകർന്നു എന്ന നിലയിലുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തും വിധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പരസ്യ തർക്കം ഇങ്ങനെ വികസിക്കുകയാണോ? ഇന്ന് ഞാൻ ജനൈകത്തിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതിനെക്കുറിച്ച് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പം നിങ്ങൾ പരസ്യമായി എഴുതുക എന്ന് വെച്ചാൽ ജനയുഗത്തിൽ ഒരു ലേഖനം എഴുതുക എന്ന് വെച്ചാൽ കോമ്രേഡ് അതിന്റെ അർത്ഥം അത് നാട്ടുകാർക്ക് മുഴുവൻ വായിക്കാൻ കഴിയുന്ന തരത്തിൽ എഴുതുക എന്നുള്ളതാണല്ലോ. സോ ഞാൻ ചോദിക്കുന്നത്, AKG സെന്ററിന്റെയും MN സ്മാരകത്തിന്റെയും പുറത്ത് നിങ്ങൾ ഇത് വികസിപ്പിക്കാമെന്ന് ചോദിക്കാം. കൃത്യമായി ഓരോ കാര്യങ്ങളും പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ കൂടുതലായി ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിത് AKG സെന്ററിന്റെയും MN സ്മാരകത്തിന്റെയും പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഈ തർക്കം വികസിപ്പിക്കുകയാണോ ചോദിക്കുക. ജനയുഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വായിക്കുന്ന പത്രമാണല്ലോ. ആ ജനയുഗത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നും ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് ഇപ്പം പറയാനില്ല. കൂടുതലായി ഒന്നും പറയാനില്ല. അല്ല, അത് CPIയുടെ അഡമന്റ് പൊസിഷനാണ് ജനയുഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. CPIയുടെ ഒരു അഡമന്റ്, അതായത് ഒരു വളരെ കൃത്യമായിട്ടുള്ള പിന്നോട്ട് പോകാൻ കഴിയാത്ത നിലപാടാണ് ജനയോഗത്തിൽ വന്നിട്ടുള്ളതെന്ന് ചോദിക്കുക. ജനഹിതത്തിൽ എഴുതിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടാണത്. പാർട്ടിയുടെ നിലപാടാണ് ഇന്ന് ജനഹിതത്തിൽ ഞാൻ എഴുതിയത്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായി ഇപ്പം പറയാനില്ല. ഞാൻ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല. ഞാൻ ചോദിക്കുന്നത്, കോമ്രേഡ്, ഈ പ്രശ്നം കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ഒന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇതിപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നു, പുറത്തേക്ക് വരുന്നു, അത് കുറച്ചുകൂടി വലുതാവുകയും വികസിക്കുകയും ഒരർത്ഥത്തിൽ വഷളാവുകയും ചെയ്യുകയാണ്. ആ സാഹചര്യം അസാധാരണമല്ലേ? വഷളാകലല്ല, LDFനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ദിമത്രോവ് പറഞ്ഞൊക്കെ കോട്ട് ചെയ്തിരിക്കുന്നത്. ദിമത്രോവ് പറഞ്ഞൊക്കെ ഐക്യമുന്നണി തീസസിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള ദിമത്രോവ് പറഞ്ഞത് കോട്ട് ചെയ്താണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പം ഐക്യം തകർക്കുന്ന എന്ന പ്രവർത്തനങ്ങൾ CPI ചെയ്യുന്നില്ല, അപ്പുറത്തും ചെയ്യുകയാണെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, അത് കൃത്യമായി കൂടുതലൊന്നും പറയാനില്ല. അത് പിന്നീട് എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നീട് പറയാം. ഞാൻ എന്തെങ്കിലും എഴുതും, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ കോമ്രേഡ്, അതായത് ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ള സംഗതി ഇപ്പോഴും ഡിസ്കഷൻ ടേബിളിലാണ് എന്നാണ് CPI മനസ്സിലാക്കുന്നത്. ഹലോ, ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ അവസാനമായി. ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നുള്ളത് ഇപ്പോഴും LDFന്റെ ഡിസ്കഷൻ ടേബിളിലുള്ള വിഷയമാണ്. LDF ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണത്. CPI CPM ലീഡർഷിപ്പ് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. അതാണ് ആ ലേഖനത്തിൽ പറഞ്ഞത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ വശവും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലാരും ഒരു തീരുമാനം എടുത്തതായി നിങ്ങൾക്കറിയില്ല? ഹലോ, അല്ല, അതിലിപ്പോ ഒരു തീരുമാനം ഫൈനലി ആരെങ്കിലും ഒരു കമ്മിറ്റി കൂടിയോ അല്ലെങ്കിൽ ടേബിളിന് അപ്പുറം ഒരു തീരുമാനം എടുത്തായി CPIക്ക് അറിയില്ല? ലീഡർഷിപ്പ് എടുത്തിട്ടില്ല, അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇല്ലാത്ത ഒരു തീരുമാനമാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്.